എല്ലാവർക്കും നമസ്കാരം. ദീപിക ബാലസഖ്യം നടത്തിയ പുൽക്കൂട് മത്സരത്തിൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് എനിക്ക് വളരെ സന്തോഷത്തോടെ പുൽക്കൂട് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കാനുണ്ട്. കാരണം വളരെ ക്രിയേറ്റീവായി, സർഗാത്മകമായി, വളരെയേറെ അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവസാന റൗണ്ടിലേക്ക് വന്ന വീഡിയോസ് എല്ലാം ഒന്നിനൊന്ന് മികച്ച നിലവാരം പുലർത്തിയ വീഡിയോസാണ്. വളരെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വീഡിയോസാണ്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്കൂളുകളും എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ നന്ദിയും അഭിനന്ദനങ്ങളും പറയുകയാണ്. ആദ്യമായിട്ട് DCL ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റേതായ പോരായ്മകളൊക്കെ സംഘാടനത്തിലുണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം നമുക്ക് പരിഹരിച്ചുകൊണ്ട് അടുത്ത വർഷം പരമാവധി മികവോടുകൂടി പരമാവധി അംഗങ്ങളെ, പാർട്ടിസിപ്പൻസിനെ ചേർത്തുകൊണ്ട് ഈ മത്സരം നടത്താം. അപ്പോൾ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സെൻറ് ആൻ്റണീസ് LPS തരകനാട്ടുകുന്ന് ചേനപ്പാടി കോട്ടയം. കൊച്ചുകുട്ടികൾ പരമാവധി പേര് പങ്കെടുത്ത ഒരു നല്ല വീഡിയോ ആണത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. രണ്ടാം സമ്മാനം 2 പേർക്കാണ്. ഡാൻ ലൂക്ക് പോൾസൺ SHMLPS കണ്ടശാംകടവ്. കണ്ടശാംകടവിലെ ഈ ഡാൻ ലൂക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിലും അവൻ്റെ അപ്പനും അമ്മയും കുഞ്ഞനിയനോ അനിയത്തിയും എല്ലാവരും കൂടി ചേർന്ന് വളരെ മനോഹരമായൊരു വീഡിയോ ആണ് തയ്യാറാക്കിയത്. പുൽക്കൂടിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുകയാണ്. രണ്ടാമത് ഈ സെക്കൻഡ് പ്രൈസ് പങ്കുവച്ചിരിക്കുന്നത് സവിശേഷമായൊരു വീഡിയോ നിർമ്മിച്ച് പുൽക്കൂട് വീഡിയോ നൽകിയ നമ്മുടെ തിരുവനന്തപുരം നേമം വെള്ളായണിയിലുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് സ്കൂളാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുകയാണ്. MLF സിസ്റ്റേഴ്സിൻ്റെ ആ സ്കൂളിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. മൂന്നാം സമ്മാനവും 2 പേർക്കുണ്ട്. സായാഹ്ന ചന്ദ്ര ഡിവൈൻ പ്രൊവിഡൻസ് സ്കൂൾ, പള്ളിക്കര, നീലീശ്വരം. കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു വിദ്യാലയമാണ്. കാസർഗോഡ് നീലീശ്വരത്തു നിന്നുള്ള സ്കൂളിനാണ് 3ാം സമ്മാനം. ഒപ്പം അത് പങ്കുവച്ചിരിക്കുന്ന ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂൾ, സുൽത്താൻ ബത്തേരി, വയനാട്. സുൽത്താൻ ബത്തേരിയിലുള്ള ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂള് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത DCL അവതരിപ്പിച്ച എല്ലാ മത്സരങ്ങളിലും അവർ പരമാവധി ശ്രദ്ധ കൊടുത്ത് പങ്കെടുത്തു എന്നുള്ളതാണ്. മികച്ച പരിശീലനമാണ് കുട്ടികൾക്ക് ആ സ്കൂള് നൽകുന്നത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അപ്പോൾ സ്പെഷ്യൽ പ്രൈസ് നേടിയിട്ടുണ്ട്. തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് മത്സരത്തിൽ ഈ സ്പെഷ്യൽ പ്രൈസുകാർ കയറി നിന്നത്. സ്പെഷ്യൽ പ്രൈസ് നേടിയവർ മരിയൻ പബ്ലിക് സ്കൂൾ മേരികുളം, ജ്യോതി കിൻഡർ ഗാർഡൻ മുരിക്കാശ്ശേരി, സെൻറ് ജോസഫ് UP സ്കൂൾ ജോസ്ഗിരി, ചെറുപുഷ്പം UP സ്കൂൾ തേർത്തല്ലി. ഈ 4 സ്കൂളുകളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ്. ഇതിൽ നമ്മുടെ മേരികുളം മരിയൻ പബ്ലിക് സ്കൂൾ, ഒപ്പം ജ്യോതി കിൻഡർ ഗാർഡൻ മുരിക്കാശ്ശേരി, ഈ 2 സ്കൂളുകളും DCL നടത്തിയ ഓൺലൈൻ മത്സരത്തിൽ മറ്റ് പല മത്സരങ്ങളിലും ആത്മാർത്ഥമായി പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്ത സ്കൂളുകൾ തന്നെയാണ്. അപ്പോൾ ഒപ്പം ചെറുപുഷ്പം UP സ്കൂൾ തേർത്തല്ലി, ഒപ്പം ജോസ്ഗിരിയിലുള്ള നമ്മുടെ സെൻറ് ജോസഫ് UP സ്കൂൾ, എല്ലാം നല്ല മേക്കിംഗ് ആണ് വീഡിയോസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വീഡിയോസാണ്. പ്രോത്സാഹന സമ്മാനം നേടിയവരും അഭിനന്ദനാർഹരാണ്. അവരുടെ പേരൊന്ന് വായിക്കുകയാണ്. സെൻറ് മാത്യൂസ് നഴ്സറി സ്കൂൾ കുച്ചപ്പുറം, ഹോളി ഏഞ്ചൽസ് EMKV സ്കൂൾ കരുവന്നൂർ, CKC LPS പാവറട്ടി, അൽഫോൻസ റോണി ക്ലാസ് 5 മേരിമാത പബ്ലിക് സ്കൂൾ പാല, അന്ന വി അനൂപ് ക്ലാസ് 4 ഹോളി ക്രോസ് HSS ചേർപ്പുങ്കൽ, സെൻറ് ആൻ്റണീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പുളിപ്പറമ്പ് പൊയ്യ, സെൻറ് ആൻ്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടുക്കുന്ന് വെളിയം, സാൻ സബാൻ LPS മാട്ടുതാവളം, എബിൻ C ബിബിൻ ക്ലാസ് 1 നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ, ജെറോം C ബിബിൻ ക്ലാസ് 2 നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ. 2 പേരും സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. നല്ല പ്രകടനമാണ് മക്കൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ജിയ അൽഫോൻസ തോമസ് ക്ലാസ് 9 സെൻറ്റ് സെബാസ്റ്റ്യൻസ് HS കടനാട്, ഹോളി ഏഞ്ചൽസ് CMLPS മണലാടി ആറ്റൂർ,
SKLPS വെള്ളയാങ്കുടി കട്ടപ്പന, ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ വടക്കഞ്ചേരി പാലക്കാട്, സെൻറ് റാഫേൽ CGHS ഒല്ലൂർ തൃശ്ശൂർ. ഈ പ്രോത്സാഹന സമ്മാനം നേടിയ എല്ലാ സ്കൂളുകളും തന്നെ DCL നടത്തിയ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്നതാണ്. മുഴുവൻ DCL ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതാണ്. ഈ മത്സരങ്ങൾ കൂടാതെ തന്നെ DCLൻ്റെ ഓഫ്ലൈൻ മത്സരങ്ങൾ, പരിശീലനങ്ങൾ, ക്യാമ്പുകൾ എല്ലാമുണ്ട്. അപ്പോൾ എല്ലാത്തിലും കൂട്ടുകാർ പങ്കെടുക്കണം. അതുകൊണ്ട് അടുത്ത അധ്യയന വർഷത്തിൽ നമുക്ക് DCL വർഷമാക്കി നമുക്ക് പ്രഖ്യാപിക്കണം. കാരണം DCLൻ്റെ 75ാം വാർഷികം വരികയാണ്. അതുകൊണ്ട് പുൽക്കൂട് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇത് DCLൻ്റെ പ്ലാറ്റിനം ജൂബിലി ഇയറാണ്. അടുത്ത വർഷത്തെ DCL പ്ലാറ്റിനം ജൂബിലി പ്രോഗ്രാമിൽ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും, വിലയിരുത്തൽ നടത്തിയവർക്കും സഹകരിച്ചവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.